ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിൻ്റെ കൂടെ എൻ്റെ ഒരു അതിഥി ഉണ്ട്. എനിക്ക് ഇതിൻ്റെ നീസാണ്, പേര് റൂഹി എന്നാണ്. ഇതേപോലത്തെ 8 നീസ് ഉണ്ട്, എനിക്ക് ഒരു നെഫ്യൂ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ ഓൺലൈൻ മണി ആപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് നമ്മളെല്ലാം അറിഞ്ഞതാണല്ലോ, തിരുവനന്തപുരത്ത് ആനന്ദ് എന്ന് പറഞ്ഞൊരു പയ്യൻ ആസിഡ് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. അവൻ്റെ ഫോട്ടോസെല്ലാം ഇതേപോലെ അവൻ ലോൺ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് അവൻ്റെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തു. അതിൻ്റെ പ്രഷർ താങ്ങാനാവാതെയാണ് അവൻ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഞാനൊരിക്കലും മണി ലോൺ ആപ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഞാനും അതിൽ നിന്നൊക്കെ ലോൺ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കാൻ പരമാവധി ശ്രമിക്കുക. പരമാവധി നിങ്ങൾ അങ്ങനത്തെ ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്രയും കഴിയാത്ത അവസ്ഥ ആണെങ്കിൽ മാത്രം RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുക. ഞാൻ എടുക്കലുള്ളത് മണി വ്യൂ, ക്രെഡിറ്റ് ബി, ഈ 2 ആപ്പുകളിൽ നിന്നാണ് ഞാൻ എടുക്കൽ. നമുക്ക് തിരിച്ചടക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആപ്പൊക്കെ സേഫാണ്. ഇവരൊന്നും നമ്മളെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക ഒന്നും ചെയ്യില്ല. അപ്പോൾ പരമാവധി പൈസക്ക് ആവശ്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ പരമാവധി ഈ ഇല്ലീഗൽ വെബ്സൈറ്റ്, അതുപോലത്തെ നമുക്ക് കരയല്ലേ എന്നാ പോയിക്കോ, ഇല്ലീഗൽ വെബ്സൈറ്റ്, അതുപോലെ രജിസ്റ്റേർഡ് അല്ലാത്ത ആപ്പുകൾ, ഇതിൽ നിന്നും പരമാവധി ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിലൊക്കെ ആരെങ്കിലും നമുക്ക് പൈസ കടം തരാൻ പറ്റുന്നുണ്ടെങ്കിൽ പരമാവധി അങ്ങനത്തെ അവസരങ്ങൾ യൂസ് ചെയ്യുക. ഈ ഓൺലൈൻ ആപ്പുകളുടെ പിന്നാലെ പോവാതെ അങ്ങനത്തെ അവസരങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ആനന്ദ് എന്ന് പറഞ്ഞ പോയി ആത്മഹത്യ ഇത് ഇന്ത്യയിലെ ഫസ്റ്റത്തെ കേസൊന്നുമല്ല, ഒരുപാട് കേസായി. സെലിബ്രിറ്റീസ് വരെ ഇത്തരം കേസുകളിൽ പെട്ടിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക, RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.